മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഏഗൻ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ അഖിൽ സാറാണ്. ഇന്ന് ഇവിടെ വന്നതിന്റെ ഉദ്ദേശം നമ്മുടെ 9ാം ക്ലാസ്സിലെ മാത്സിനെ പറ്റി കുറച്ചൊന്ന് സംസാരിക്കാനാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് മാറിയിട്ട് ഈ വർഷം പുതിയ പുസ്തകമല്ലേ വരുന്നത്. എല്ലാ സബ്ജക്റ്റും മാറുക അല്ലേ? അങ്ങനെ മാറുന്ന കൂട്ടത്തിൽ നമ്മുടെ മാത്സും മാറുന്നുണ്ട്. ഈ മാറ്റങ്ങൾ എന്തെല്ലാം ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വരുന്നത്, അപ്പോൾ ഓൾറെഡി വന്ന അപ്ഡേറ്റ്സുകൾ എന്തെല്ലാം, ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഡീൽ ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നിങ്ങളോട് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും 9ാം ക്ലാസ് എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ് മാത്സ് അല്ലേ. 10നേക്കാൾ ടഫാണ് 9, 8നേക്കാൾ ടഫാണ് 9, 8നേക്കാൾ ടഫാണ് 9. അത് സ്വാഭാവികം അല്ലേ, അതങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. ക്ലാസ് വലുതാവുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് ടഫ് വരുമല്ലോ. പക്ഷെ 10നേക്കാൾ ടഫാണ് 9 എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തവണ ബുക്ക് മാറി വരുന്ന സമയത്ത് ആ ടഫൊക്കെ മാറി നമുക്ക് സിമ്പിൾ ആയിട്ട് മാറോ, അല്ലെങ്കിൽ വീണ്ടും അതൊരു 8ന്റെ പണിയായിട്ട് മാറുമോ? എന്തെല്ലാം മാറ്റങ്ങൾ നമുക്കറിയേണ്ടത് ഇതാണ്. 9th മാത്സ് നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുമോ, ഇതാണ് അറിയേണ്ടത്. അപ്പൊ ഓൾറെഡി ഇപ്പൊ വന്ന അപ്ഡേറ്റ് അനുസരിച്ച് എന്തെല്ലാം ചേഞ്ചസ് ആണ് നമ്മുടെ മാത്സ് ടെക്സ്റ്റ് ബുക്കിൽ വന്നത്, ഏതൊക്കെ പാഠങ്ങളാണ് വന്നത്, നമുക്കൊന്ന് നോക്കിയാലോ. പുതിയ പാഠങ്ങൾ ഏതെല്ലാം? കഴിഞ്ഞ വർഷം നമുക്ക് 13 പാഠങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷത്തെ ഒന്നാമത്തെ ചാപ്റ്റർ ഓർമ്മയുണ്ടോ? ഏതെങ്കിലും പഴയ പുസ്തകം എങ്ങാനും നോക്കിയിരുന്നോ കഴിഞ്ഞ വർഷത്തെ? എന്തിനാലേ, ഈ വർഷം ബുക്ക് പുതിയത് വരാൻ പോവല്ലേ, അപ്പൊ അന്നപ്പോഴത്തേക്ക് പഴയ ബുക്ക് നോക്കണ്ട അങ്ങനെ വിചാരിച്ചോ? കഴിഞ്ഞ വർഷത്തെ ആദ്യത്തെ ചാപ്റ്റർ ഏരിയ, പരപ്പളവ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. പക്ഷേ ഈ വർഷം അതല്ല മക്കളെ, പുസ്തകത്തിൽ മാറ്റമുണ്ട്. ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത് പെയർസ് ഓഫ് ഇക്വേഷൻസ് ആണ്. സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ചാപ്റ്റർ കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു? കഴിഞ്ഞ വർഷത്തെ 3ാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഇത്. കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആയിരുന്നു സമവാക്യ ജോഡികൾ, ഇക്വേഷൻ. എന്ത്? പെയർസ് ഓഫ് ഇക്വേഷൻ. ആ 3ാമത്തെ ചാപ്റ്ററിനെ എടുത്തിട്ട് 1ാമത്തെ സ്ഥാനത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. മാറ്റം മനസ്സിലാക്കണേ. ഇനി ആ മാറ്റം എന്ന് പറഞ്ഞാൽ അത് അതേപോലെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവച്ചതാണോ, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ടോപ്പിക് വൈസ് വ്യത്യാസമുണ്ടോ, ക്വസ്റ്റ്യൻസ് വ്യത്യാസമുണ്ടോ? ഉണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതേ ബുക്ക് അതേ പേജുകൾ അതുപോലെ എടുത്തു കൊണ്ടുവച്ചതല്ല. ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അത് എക്സാമ്പിൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ മാറ്റമുണ്ട്, ടോപ്പിക്കിൽ ചെറിയ രീതിയിൽ മാറ്റം വരുന്നുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിൽ മാറ്റം വരുന്നുണ്ട്, ചില ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുമുണ്ട്. ആ രീതിയിലാണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ വരുന്നത്. സമവാക്യ ജോഡികൾ, പെയർസ് ഓഫ് ഇക്വേഷൻസ് 1ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നു. അപ്പൊ 1ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവോ? നമ്മൾ എക്സ് ഒക്കെ വെച്ച് വൈ ഒക്കെ വെച്ചിട്ട് ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കി 2 ഇക്വേഷൻ, പഴയതുപോലെയല്ലേ, പെയർസ് ഓഫ് ഇക്വേഷൻ 2 എണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് അത് നമ്മൾ സോൾവ് ചെയ്തെടുക്കും. 2 വേരിയബിൾസ് ഉണ്ടാവും, എക്സും വൈ ഒക്കെ വെച്ച് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കും. അത് തമ്മിൽ സോൾവ് ചെയ്തെടുക്കുന്ന പരിപാടി 8ൽ നമ്മൾ കുറച്ച് പഠിച്ചതാണ്. അതിന്റെ ഒരു ബാക്കിയായിട്ടുള്ള ഭാഗം അത് നമുക്ക് പഠിക്കാനുണ്ട് 1ാമത്തെ ചാപ്റ്റർ ആയിട്ട്. കഴിഞ്ഞ വർഷത്തെ 2ാമത്തെ ചാപ്റ്റർ ഡെസിമൽ ഫോംസ് ആയിരുന്നു, ദശാംശ രൂപങ്ങൾ. എന്നാൽ ഈ വർഷം 2ാമൻ അവനല്ല. ആരാണ് ഈ വർഷത്തെ 2ാമത്തെ ചാപ്റ്റർ? ന്യൂ നമ്പേഴ്സ്, പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. ഇതും നേരത്തെ പറഞ്ഞ അതേ ട്രെൻഡ് തന്നെ. 4ാമത്തെ ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ. 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ എങ്ങോട്ടേക്ക് വന്നു? 2ാമത്തെ ചാപ്റ്റർ ആയിട്ട് മാറി വന്ന് നിൽക്കുന്നു. അപ്പോൾ ഓൾറെഡി ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ക്വസ്റ്റ്യൻസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ട്. എക്സാമ്പിളുകളിലും അതേപോലെ കണ്ടന്റുകളിലും ചെറിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ട്. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ മാത്സിലില്ല. ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വ്യത്യാസം വന്ന രീതിയിലാണ് നമ്മുടെ ഇപ്പോൾ ഇറങ്ങിയ ടെക്സ്റ്റ് ബുക്കിൽ വന്നിരിക്കുന്ന മാറ്റം. അപ്പൊ ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററും കഴിഞ്ഞ വർഷത്തെ ചാപ്റ്റർ തന്നെയാണ്. കുറച്ച് മാറ്റങ്ങളോടുകൂടി ആ ചാപ്റ്റർ 2ാമത്തെ പാഠമായി നമുക്ക് ഈ വർഷം പഠിക്കാൻ വരുന്നുണ്ട്. അപ്പൊ നിലവിൽ ഇങ്ങനെയാണ് ട്രെൻഡ് പോകുന്നതെങ്കിൽ, അപ്പൊ 2 ചാപ്റ്ററിന്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഈ രീതിയിൽ ഈ 2 എണ്ണമാണ് ഇപ്പൊ നിലവിൽ പുറത്തു വന്ന അപ്ഡേറ്റ് അനുസരിച്ച് നമ്മുടെ മാത്സിലെ 9ാം ക്ലാസ്സിലെ 2 ചാപ്റ്റേഴ്സ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ ഒരുപാട് കംപ്ലീറ്റ് ഉള്ള മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കഴിഞ്ഞ വർഷം ഉള്ളതുപോലെയൊക്കെ തന്നെയാണ് മാത്സ് ഉള്ളത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് ചേഞ്ചസ് ആയിട്ട് വന്നു. ഒന്ന് പൊസിഷൻ മാറി കിടക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ചാപ്റ്ററിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അപ്പൊ നിങ്ങൾ നോക്കുന്ന കാര്യത്തിൽ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്ന സമയത്ത്, ഏഗണിനെ വിശ്വസിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചാപ്റ്ററിന്റെ പൊസിഷൻ മാറിയത് കൊണ്ടോ ചാപ്റ്ററിന് ഇപ്പൊ എത്ര ടഫ് ആയതുകൊണ്ടോ നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റാൻ പാടില്ല. അത് നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്.
ഒരു സംശയം വേണ്ട. ഏകനെ വിശ്വസിച്ച് വരുന്ന നമ്മുടെ മക്കൾക്ക് നമ്മൾ തരുന്ന ഉറപ്പാണ്, 9ാം ക്ലാസ്സിലെ മാത്സ് ഒരു കാരണവശാലും നിങ്ങൾക്ക് ടഫായിട്ട് മാറില്ല. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരും. അപ്പൊ നിങ്ങൾ പഠിക്കാൻ റെഡി ആയിട്ട് വന്നാൽ മതി. കൂടുതൽ ടെൻഷൻസും കാര്യങ്ങളും ഒന്നും വേണ്ട. ഇപ്പം നോക്കിയ അനുസരിച്ച് ഈ 2 ചാപ്റ്റർ നിലവിൽ കുറച്ചൊന്ന് എളുപ്പമായിട്ടാണ് മാറിയിരിക്കുന്നത്. മുൻപുള്ളതിനേക്കാൾ കുറച്ചും കൂടി ഒന്ന് സിമ്പിൾ ആയിട്ടാണ് ഇപ്പം ഈ 2 ചാപ്റ്റർ ഉള്ളത്. പഠിക്കാനും അതിന്റെ എക്സാമ്പിളിന്റെ രീതിയും പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയും ഒക്കെ നല്ല നല്ല അടിച്ചുപൊളിയായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ഇതേപോലെ ബാക്കി ചാപ്റ്ററുകളും കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് വരുന്നു, നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ആണേ. അപ്പൊ ഇനി എങ്ങനെ വന്നാലും നമ്മൾ 9ാം ക്ലാസ് അടിച്ചു പൊളിയായിട്ട് പഠിച്ചിരിക്കും. നിങ്ങൾ ഉണ്ടാവില്ലടാ കൂടെ. അപ്പൊ ഓക്കെ മക്കളെ, ബൈ. അപ്പൊ നമുക്ക് കാണണം കേട്ടോ. ഓക്കെ.